ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു പൂനുള്ളി എടുക്കുന്ന ലാഘവത്തോടെ വേണം അത് ചെയ്യാൻ. അതിനെ ഇത് വർക്ക് ചെയ്യണം. ഏതെങ്കിലും രീതിയിൽ ഡെയ്സി നമുക്കെതിരെ തിരിഞ്ഞാൽ കളക്ടറെ വെടിവെച്ചത് നീയാണെന്നുള്ള സത്യം പുറത്തു പോകും. വെടിയേറ്റിരിക്കുന്നതേ ജില്ലാ കളക്ടറിന്. അതുകൊണ്ട് പോലീസ് വെറുതെ ഇരിക്കില്ല. കേസും കൂട്ടവുമായിട്ടൊക്കെ നീ അകത്തു പോയി കിടന്നാൽ ഈ തളപ്പൊക്കെ അങ്ങ് നിൽക്കും. വെറുതെ ഭാവി കോഞ്ഞാട്ടയാക്കി നീ നിന്റെ ജീവിതം തല്ലിക്കെടുത്തണോടാ. അത് ഞാൻ ആലോചിക്കാതിരുന്നില്ല. പക്ഷേ ഡെയ്സിയെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ച അത് ചിലപ്പോ വീണ്ടും കുഴപ്പത്തിലേക്ക് പോവും. നമ്മളെ ശത്രുവായി മാത്രം കാണുന്നവൾക്ക് മുമ്പിൽ എന്ത് വേദോപദേശം നടത്തിയിട്ടും കാര്യമില്ലല്ലോ. അതിന് ഒരു വഴിയുണ്ട്. ഒരേ ഒരു വഴി, ഒരൊറ്റ വഴി. വെടിവെച്ചവനെ കണ്ടുപിടിച്ച് പോലീസിന്റെ മുന്നിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കണം. അതെങ്ങനെ ശരിയാവപ്പാ? വെടിവെച്ചത് ഞാനല്ലേ? ഞാൻ അകത്തുപോയി കിടക്കണമെന്നാണ് അപ്പനെ പറയുന്നത്. എടാ മണ്ടാൻ, എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വെടിവെച്ചവൻ അകത്ത് പോകണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ വെടിവെച്ചത് ഞാനല്ലേ? നിനക്കിപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. എടാ, കളക്ടറെ വെടിവെച്ചത് നീയല്ല. എടാ, നമ്മളൊരു ഡമ്മിയെ സൃഷ്ടിക്കുന്നു. കാശ് കൊടുത്ത് ഒരു വാടക കൊലയാളി. കുറ്റം അവനേൽക്കും. ഏൽക്കണം. നമ്മുടെ പണത്തിന്റെ പുറത്ത് നമ്മൾ അങ്ങനൊരു കൊലയാളിയെ സൃഷ്ടിക്കുന്നു. ബാക്കിയൊക്കെ അവൻ നോക്കിക്കൊള്ളൂടാ. അത് കൊള്ളാപ്പാ. അപ്പൊ നമ്മളാരും സംശയിക്കില്ല. എടാ മോനെ, ബൈബിള് വായിച്ച് പഠിക്കാൻ പറയുമ്പോ ഞാൻ വായിച്ചിരുന്നത് യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്ന ഭാഗമാണ്. അതാണ് വായിച്ച് മനസ്സിൽ പതിഞ്ഞത്. ചതിയും വഞ്ചനയും കുതികാൽ വെട്ടും. മക്കളെ, അപ്പനെ പഠിപ്പിക്കണ്ട. അതിനപ്പൻ അപ്പോഴും ഇപ്പോഴും PhD. നീ കളക്ടറെ വെടിവെച്ച കേസ് ചുമക്കാൻ പറ്റുന്ന വിശ്വസ്തനായ ഒരുത്തനെ അങ്ങ് പൊക്കണം. ബാക്കി കാര്യം രണ്ടമ്മമാർക്കും ഒട്ടും ഇഷ്ടമില്ല. അതെ അതെ. ആ പിന്നെ ആ രേഷ്മ വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കണേ. ശരി, തനിക്ക് വേണ്ടി സംശയം തുടങ്ങിയ? എനിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്താ വിഷ്ണുവിന് പറ്റിയേ? റോഡിൽ വെച്ച് സുഖമില്ലാതായെന്ന് രേഷ്മ പറഞ്ഞല്ലോ. അത് ഈ ചൂടിന്റെ എന്ത് വെയിലായിരുന്നറിയോ? ഫുൾ ടൈം വെയിലുള്ളായിരുന്നല്ലോ. അതിനൊരു തലവേദന തലകറക്കൊക്കെ ആയിരുന്നു. അതപ്പൊ തന്നെ മാറി. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് വിഷ്ണുവേട്ടൻ എന്താ അക്കാര്യം രേഷ്മയെ വിളിച്ച് പറയാതിരുന്നു? അതിന്റെ കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്. വിഷ്ണുവേട്ടന്റെ ആ സമയത്ത് ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇങ്ങനെ വിളിച്ച് ചോദിച്ചേ. അപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് തിരിച്ചു വിളിച്ച് പറയേണ്ടതല്ലേ? അപ്പൊ ഞാൻ വിളിക്കുന്നതിൽ തനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ സംശയിക്കുന്ന ഓർത്താണോ വിളിക്കാത്ത? ഞാനേ എന്റെ വിഷ്ണുവേട്ടനെ ഒരു രീതിയിലും സംശയിക്കില്ല. കാരണം എനിക്കറിയാം എന്റെ വിഷ്ണുവേട്ടനെ. ആണോ? അത്രയ്ക്ക് വിശ്വാസമാണോ? ആണെങ്കിൽ എങ്കി വിശ്വാസം ഒന്നും അറിയണല്ലോ. മുറിവ് ഉണങ്ങിയിട്ടില്ല. ഇടൂ, അതിനുള്ള മരുന്നാണ് ഞാനിപ്പോ തരാൻ പോകുന്നേ. പെട്ടെന്ന് മുറിവ് ഉണങ്ങാനുള്ള ഒരു മാന്ത്രിക മരുന്ന്. ഇപ്പൊ കാണിച്ചുതരാം. കോയമ്പത്തൂർ പാർട്ടിയാണോടാ വന്നിരിക്കുന്നത്? അല്ലിക്ക
പണിക്കാരെയും കൊണ്ടുവരാന്ന് പറഞ്ഞ അവരാണോടാ? പണിക്കാരില്ല, പക്ഷെ പണിയും കൊണ്ടാ വന്നിരിക്കുന്നതെന്ന് പറ. മുതലാളി, പണിയും കൊണ്ട് വന്നിരിക്കുന്നവരാ. ചെല്ലടാ, ചെന്ന് മുതലും പലിശ വാങ്ങിച്ചിട്ട് വാ.